ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയതാണ്. എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിക്ക് നീറ്റിൻ്റെ എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനും കൂടെ പോയതാണ്. അപ്പോൾ അവർക്ക് പരീക്ഷ 11 മണിക്ക് തുടങ്ങിയിട്ട് പിന്നെ 5 മണിക്കേ തീരുള്ളൂ. അതുവരെ ഞങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞങ്ങൾ ചുമ്മാ ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ടിലും കാര്യങ്ങളെല്ലാം കയറിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ മുതൽ ഉറക്കക്ഷീണം മാത്രമായിരുന്നു. അങ്ങനെ ബോട്ടിൽ കയറി അവിടെ ഇരുന്നിറങ്ങി, ബസ്സിൽ കയറി അവിടെ ഇരുന്നിറങ്ങി, പിന്നെ തിന്നാൻ കിട്ടിയപ്പം അതൊക്കെ തിന്നിരിക്കാമെന്ന് കേട്ടോ. എനിക്ക് ഉറക്കം വന്നിട്ട് രക്ഷയില്ല. ചിലപ്പോൾ ഈ വെയിലിൻ്റെ ഇതൊക്കെ കാരണമായിരിക്കാം. പിന്നെ ബോട്ടിൽ നല്ല രസമുണ്ടായിരുന്നു, നല്ല കാറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ഓരോ സ്റ്റോപ്പ് നിർത്തിപ്പോയി കുറേ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബോട്ടിൽ ഇതാ നല്ല രസമായിരുന്നു. കാഴ്ച കണ്ട് കുറേ നേരം ഇരുന്ന് കാഴ്ച കണ്ട് വന്നപ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങി. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു എനിക്ക്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരം ഇരുന്നു കേട്ടോ. കുറേ നേരം ഇരുന്ന് പിന്നെ കുറച്ച് നേരം ഇരുന്ന് ബോറടിച്ചപ്പോൾ കുറച്ച് നേരം ഫോണിൽ കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഫോണിലാണെങ്കിൽ റേഞ്ച് കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ ഫോൺ കളിച്ച് നിർത്തി കിടന്നുറങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഇറങ്ങാനുള്ള സ്ഥലം എത്തിയെന്ന് ഞാൻ വിചാരിച്ച് ഇറങ്ങാനൊക്കെ നോക്കിയപ്പോഴേക്കുമാണ് ഇറങ്ങാനുള്ള സ്ഥലം എത്തിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരുടെ സ്റ്റോപ്പായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് വീണ്ടും ഫോട്ടോ എടുത്തു. പിന്നെ വീണ്ടും അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അവിടെയുള്ള സീറ്റിലൊക്കെ ചാരി കിടക്കാം. എനിക്കാണെങ്കിൽ അവിടെ കിടന്നിട്ടൊരു സുഖം കിട്ടാത്തതുകൊണ്ട് തന്നെ കുറേ നേരം ഞാൻ ശ്രമിച്ച് കിടക്കാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഇവിടെ ഇപ്പോൾ ഞാൻ ബോട്ടിൽ തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനകത്ത് നിന്ന് ഇറങ്ങി ഒരു മാംഗോ ബാർ കഴിച്ചു കടയിൽ കയറി. അപ്പോൾ ഒരു സമാധാനമുണ്ട്. അപ്പോൾ ആ കടയിൽ ഞാൻ ഒരു കിൻഡർ ജോയ് പോലത്തെ സംഭവം കണ്ടു കേട്ടോ. അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ത്വര, അതിനുള്ളിൽ എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു, പൊട്ടിച്ചു, വലിച്ച് കീറി പൊട്ടിക്കാൻ നോക്കിയിട്ടാണെങ്കിൽ ഒരു വിധത്തിലും പറ്റുന്നില്ല. അത്രയ്ക്ക് കഷ്ടപ്പാട്. അങ്ങനെയെങ്കിലുമൊക്കെ വലിച്ച് കീറി എടുത്ത് നോക്കിയപ്പോൾ ഇതാ ഇങ്ങനെ ഒരു സംഭവം കൈ കൂടി ഇടുന്നതോ പേനേൻ്റെ പുറകിലിടുന്നതോ മറ്റേ സംഭവമാണ്. എനിക്കെന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ എൻ്റെ ചോക്ലേറ്റ് പൊട്ടിക്കാൻ തിന്നണ്ടാന്ന് വിചാരിച്ചവർ കെട്ടി വെച്ചേക്കണ പോലെ ഉണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് ഞാൻ തുറന്നു. അത് കുറേ നേരം ഞാൻ അതിനകത്തിട്ട് കടിച്ച്, എനിക്ക് എന്നിട്ടും പറ്റണുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ച് കടിച്ചങ്ങ് പറിച്ചാലോന്ന്. എന്നിട്ട് നടന്നില്ല. ഞാൻ പക്ഷെ കുറേ ശ്രമിച്ചു കേട്ടോ. എൻ്റെ ലാസ്റ്റ് ഞാൻ കൈവിടാണ്ട് ഞാൻ നിന്ന് കടിച്ച് വെച്ചിട്ട് അവസാനം ഞാൻ അത് കീറി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതിനകത്ത് ചേർക്കാൻ മറന്നുപോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വൈറ്റ് ചോക്ലേറ്റും അതേപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ക്രീമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. ഇതാ കണ്ടോ, ഇതാണ് സംഭവം. അതിൻ്റെ ഉള്ളിലൊരു ഉണ്ട പോലത്തെ സംഭവമുണ്ട്. എനിക്കാണെങ്കിൽ അത് സമൃദ്ധി വരുന്നില്ല അത് തുറക്കാനിട്ട്. ഇതിനകത്തൊരു ഉണ്ട പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ. അതിനകത്ത് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഉണ്ട്. ആ ഉണ്ട പോലത്തെ സംഭവത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാതിരാത്രിയല്ല, രാത്രിയായപ്പോഴേക്കാണ് വീടെത്തിയത്. അങ്ങനെ ഞാൻ ബസ്സിലിരുന്ന് പിന്നെ